എല്ലാ ദിവസവും രാവിലെ ഈ മനുഷ്യൻ ഉണരുമ്പോൾ ആദ്യം ചെയ്യുന്നത് തന്റെ വാളുകൊണ്ട് മരുഭൂമിയിലെ മണലിൽ തൊടുക എന്നതാണ്. പിന്നെ അവൻ വീണ്ടും കാലുകൾ ഉപയോഗിച്ച് നിലം തൊടുന്നു. പെട്ടെന്ന് മുന്നിലുള്ള മണൽ മുങ്ങാൻ തുടങ്ങുന്നു. അവൻ വളരെ ആവേശഭരിതനായി പെട്ടെന്ന് തന്റെ സഹപ്രവർത്തകരെ വിളിക്കുന്നു. മരുഭൂമിയിൽ ഒരു കിണർ കണ്ടെത്താനുള്ള ഏറ്റവും പഴയ മാർഗമാണിത്. 3 ദിവസത്തിനുള്ളിൽ അവരുടെ ചുണ്ടുകൾ ഒരു തുള്ളി വെള്ളത്തിൽ തൊട്ടിട്ടില്ല. ഇപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും ഈ ഒരു കിണറിൽ ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷേ അവർ കിണറിന്റെ മൂടി തുറന്നയുടനെ എല്ലാവരും ഞെട്ടി. ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലുണ്ടായിരുന്നില്ല. നിരാശരായ മുഖങ്ങൾ കണ്ടപ്പോൾ ഒരു ക്യാപ്റ്റൻ ദേഷ്യത്തോടെ ഒരു ഇഷ്ടിക എടുത്ത് അകത്തേക്ക് എറിഞ്ഞു. എന്നാൽ താഴെ നിന്ന് വന്ന മൃദുവായ ശബ്ദം എല്ലാവരെയും കൂടുതൽ നിരാശരാക്കി. സഹാറ മരുഭൂമിയിൽ കുടുങ്ങിയ ഈ സൈനികർക്ക് വെള്ളമില്ലായിരുന്നു, മരണം അവരെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ വഴങ്ങിയില്ല. ജാക്കിനോട് ഇറങ്ങി കിണർ പരിശോധിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. താഴെ മഞ്ഞ മണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജാക്ക് തിരികെ മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ കിണറിന്റെ ചുമരിൽ കുറച്ച് ഈർപ്പം അയാൾക്ക് അനുഭവപ്പെട്ടു. ഭിത്തിയിൽ ശ്രദ്ധാപൂർവം തൊട്ടപ്പോൾ ഒരു മൂലയിൽ നിന്ന് പതുക്കെ വീഴുന്ന ഒരു ചെറിയ വെള്ളത്തുള്ളി അയാൾ കണ്ടു. ജാക്ക് സന്തോഷത്തോടെ നിലവിളിച്ചു. ഒരു പാത്രം ചോദിച്ചു. ടീം പെട്ടെന്ന് അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു ലോഹപ്പെട്ടി പുറത്തെടുത്തു. ജാക്ക് ഓരോ തുള്ളിയും ശ്രദ്ധാപൂർവം ശേഖരിച്ച് പെട്ടിയിലേക്ക് ഒഴിച്ചു. വെള്ളം വളരെ കുറവായിരുന്നെങ്കിലും 9 പേരടങ്ങുന്ന അവരുടെ ടീമിനെ രക്ഷിക്കാനുള്ള താക്കോൽ അതായിരുന്നു. ക്യാപ്റ്റൻ ഉടൻ തന്നെ കൂടുതൽ പാത്രങ്ങൾ ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനു ശേഷം അവർ ഒടുവിൽ 2 ലഞ്ച് ബോക്സുകളിൽ വെള്ളം നിറച്ചു. ഇപ്പോൾ ജാക്ക് തന്റെ സഹപ്രവർത്തകരോട് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും വളരെ ദാഹമുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഓരോരുത്തർക്കും 3 സിപ്പ് മാത്രമേ കുടിക്കാൻ കഴിയൂ. 3 ദിവസത്തേക്ക് ഉണങ്ങിയ ഈ സൈനികർ ഇപ്പോൾ മഴയിൽ നനഞ്ഞ പുല്ല് പോലെ കാണപ്പെട്ടു. വെള്ളം കുറവായിരുന്നു, പക്ഷേ ഈ സൈനികർക്ക് അത് അതിജീവിക്കാനുള്ള പ്രതീക്ഷയായി മാറി.